നമസ്കാരം. എല്ലാവർക്കും ലൂതർ ആൻഡ് ഈസ് മൈൻഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ എപ്പിസോഡ് എന്താ, അല്ലെങ്കിൽ എപ്പിസോഡ് പറയാൻ എന്താണെന്ന് പറഞ്ഞതിന് മുന്നേ നമുക്ക് കുറച്ച് ക്ലാരിഫൈ ചെയ്യാം പലതും. വേർ ഇസ് ലൂതർ എന്ന് വെച്ചാൽ ചരിത്രദേശം. ഐ തിങ്ക് ഒരു മന്ത് പോലെ ആയില്ലെങ്കിലും ഒരു ലോങ് ഓഫ് ഗ്യാപ്പാണ്. എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതല്ല, പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ് സൂചിപ്പിച്ചിരുന്നു ബിക്കോസ് സംതിങ് നീഡ്സ് സം മോർ ടൈം നീഡ്സ് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം പോഡ്കാസ്റ്റിൽ നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ, ഈ പോഡ്കാസ്റ്റ് പണ്ട് തൊട്ട് ഫോളോ ചെയ്യണവർക്കറിയാം. ഫസ്റ്റ് 2 എപ്പിസോഡൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ച ചില മാറ്റേഴ്സ് ഉണ്ട്. ലൈഫിൽ എല്ലാവർക്കും എല്ലാതും പെർഫെക്റ്റ് ആവില്ല. നമ്മളത്ര പെർഫെക്റ്റാന്ന് പറഞ്ഞാലും ഈ ഒരു ചുറ്റുപാട് വിധി അങ്ങനെ പലതും പെർഫെക്റ്റ് ആവണമെന്നില്ല. അല്ലെങ്കിൽ നേരത്തെ പെർഫെക്റ്റ് ആയാൽ കഥ രസമാവില്ലല്ലോ. ഒരു സിനിമ സ്റ്റോറി അടിച്ചപ്പോൾ പടം തുടങ്ങി 15 മിനിറ്റിൽ തന്നെ നടൻ നായികയോടൊപ്പം പോയി, അല്ലെങ്കിൽ നാട് രക്ഷിക്കാൻ വന്ന നടൻ നാട് രക്ഷിച്ച് കഴിഞ്ഞു. പിന്നെ അത് മുന്നോട്ട് പോലല്ലോ, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഈ മൊത്തം കഥ എഴുതിയ മിസ്റ്റർ ക്രിയേറ്റർ നമ്മളോട് അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കഥയും അവസാനിച്ചിട്ടില്ല. ഇനിയും കഥകൾ തുടരാനുണ്ട്. മേബി ഒരു ഇൻ്റർവെല്ലായിരിക്കാം, ഒരു ഇൻ്റർവെൽ പഞ്ചിന് വേണ്ടി. അല്ലെങ്കിൽ എപ്പോഴും ജയിക്കുന്ന നായകന് കുറച്ചൊക്കെ പരാജയം ഇട്ടുതരും. എന്തിനാ വെച്ചാൽ ലൈഫ് ഉള്ളിൽ അങ്ങനെ ആവണം എന്നില്ല. കാരണം ഒരു ടപ്പേ സെക്കൻഡ് കൊണ്ട് കിട്ടിയ പരാജയമാണെങ്കിൽ ടപ്പേ സെക്കൻഡ് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മാറി പറയാം. ഇതത് എക്സ്പെക്റ്റ് ചെയ്യണം, അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, അതൊന്നും ഞാൻ പറയില്ല. അതൊന്നും നമ്മളെ കൺട്രോളിലല്ലല്ലോ. പക്ഷെ നമ്മൾ കൂടുതലും പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അതേപോലെ തന്നെ പലരും എന്നോട് പറയാറുണ്ട്. പലരോടും ഞാൻ ഉദയം പറയാൻ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് എന്നാൽ ആൾക്കാരെന്നാൽ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത പേഴ്സണാണ്, അപ്പോഴാണ് ലൈഫിൽ സ്മൂത്ത് ഉള്ളൂ എന്നുള്ളത്. നമ്മൾ റോബോട്ടുകളൊന്നുമില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. മേബി ദെയർ ക്യാം, മേബി ദെയർ ടോക്സ്, മേബി ദെയർ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള സംസാരങ്ങളെല്ലാം നോക്കും. വേറൊരു പേഴ്സൺ ഇയാളുണ്ടല്ലോ, നമുക്ക് ആദ്യം അറിയാമല്ലോ. അല്ലാതെ ഒന്ന് വന്നിട്ട് ഇയാളെ നാളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നാളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല പറഞ്ഞാൽ നമ്മളങ്ങനെ കോഡ് ചെയ്ത് വെച്ച ആൾക്കാരൊന്നുമല്ലല്ലോ. നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. എനിക്കറിയത്തില്ല, ഒരുപാട് ആൾക്കാർ പറയാറ്. ഏതായാലും അതൊക്കെ ആയിരുന്നു നമ്മുടെ ലൂതറിൻ്റെ കഥയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഗ്യാപ്പിനിടയിൽ നടന്നു. നമുക്ക് ഏതായാലും പുതിയ ചാപ്റ്റേഴ്സും പുതിയ ഇൻ്റർവ്യൂസും ഗസ്റ്റുകളും ഒക്കെ വരാം. ഏതായാലും ഈ എപ്പിസോഡ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഇതിലുള്ള മൺഡേയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച 4 മണിക്ക് ശേഷം എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഏതായാലും കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് ഐ തിങ്ക് പ്രഷേഴ്സ് ഓഫ് എഞ്ചിനീയറിങ്, ഏതായാലും ഇപ്പോൾ അതൊന്നും കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ ഒരാശങ്കയുണ്ട്. കാരണം ആ വിദ്യാർത്ഥിയുടെ നടപടികളൊന്നും ഈ കണ്ട മീഡിയാസോ അല്ലെങ്കിൽ ഭയങ്കര സോഷ്യൽ മീഡിയ കൊണ്ടാഘോഷിച്ചോ ഒന്നുമില്ല. ജസ്റ്റ് ന്യൂസ് പോലെ ആയോന്നില്ല, ഒരു ചെറുതല്ലാത്ത വേഗം. പക്ഷേ ന്യൂസ് അല്ലെങ്കിൽ കേസിൻ്റെ വഴിയിലൂടെ പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ശിക്ഷിക്കാണ്ടെങ്കിൽ ആരെങ്കിലും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് പുറത്തോട്ടുണ്ട്. ഏതായാലും ചാപ്റ്റർ 8 ഒരു ലൂപ്പ്. പൊതുവെ നിങ്ങൾ ലൂപ്പ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കറക്റ്റ് ആലോചിക്കുന്നത് ഒരു വലിയ സർക്കിൾ, അതിന് ചുറ്റും വലിയ റൗണ്ട് അതാണ് ഒരു പോയിന്റ്. അല്ലെങ്കിൽ നമ്മൾ മെയ്സൊക്കെ പോലെ ഒരറ്റത്ത് പോയിട്ട് വേറൊറ്റത്ത് തന്നെ എത്തുന്നു മാറ്റം, അല്ലെങ്കിൽ പുറത്തോട്ട് കിടക്കാൻ പറ്റാത്തൊരു ലൂപ്പ് അല്ലേ. പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന ലൂപ്പ് അങ്ങനെ പുറത്തോട്ട് കിടക്കാൻ പറ്റാത്തതല്ല, പക്ഷെ നമ്മളെല്ലാവരുടെ ലൈഫിലും അതുണ്ടാവും. അതൊരു സമയത്ത് നല്ലതാണ്, പക്ഷെ മറു സമയത്ത് അത് അത്രയും നല്ലതുമല്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അയാളുടെ യൗവനൊക്കെ വീട് അയാൾ പഠിക്കുന്ന കാലത്ത് ഒരു റൊട്ടീനുണ്ട്. അത് സംഭവം ഇപ്പം ലൂതറിൻ്റെ കാര്യത്തെ പറഞ്ഞാൽ, ലൂതറിൻ്റെ 10th സ്റ്റാൻഡേർഡിലൊക്കെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ കാലത്ത് എണീക്കുന്നു, മതപഠനത്തിന് പോകുന്നു, പിന്നെ സ്കൂളിൽ വരുന്നു, പിന്നെ വൈകിട്ട് 4 to 5 വരെ 6 വരെ ക്യാമ്പ്, ഹാൻഡ്ബോളിൻ്റെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പിന്നെ നൈറ്റ് ട്യൂഷൻ, അങ്ങനെ റൊട്ടീൻ.
അതൊരു ആൾ അഡാപ്റ്റ് ചെയ്ത റൊട്ടീനാണ്. അതിനപ്പുറത്തോട്ട് പലപ്പോഴും വീട്ടുകാർ പ്രശ്നം ചെയ്യുന്ന പോലെ റൊട്ടീൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകുന്നുണ്ട്. ഇപ്പം കറൻ്റ് ലൂതറിൻ്റെ സിറ്റുവേഷൻ അടിച്ചാൽ മതി. ഒരു വലിയ സിറ്റി അല്ല, ഒരു ഏരിയ ആണ്. പക്ഷേ അവിടെ കൂടുതൽ ഇൻഡസ്ട്രി നടുവിലൊരു കോളേജാണ്. അപ്പം ലൈക്ക് യു ആർ സേവ് ടൈം വേക്കപ്പ്, എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, മാറ്റുന്നു, കോളേജിൽ പോകുന്നു, വരുന്നു, സംതിങ് എവരി ഡേ അങ്ങനെ നടക്കുന്നു. ഒരു കാര്യം കംഫർട്ടാണ്. കാരണം ഇത്ര റിസ്ക്കുകളൊന്നും ഉണ്ടാവില്ല, വലിയ പണികൾ കിട്ടില്ല. നമുക്ക് എണീക്കുക, രാത്രി എണീക്കുക, ഉറങ്ങുക, അതാണ് ലൈഫ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സംടൈംസ് നമ്മൾ ആ ലൂപ്പിൽ പെട്ടാലൊരവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പുറത്തോട്ടില്ല എക്സൈറ്റിംഗ് ആയിട്ടില്ല, അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടില്ല പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഈ റൊട്ടീൻ ഡെയിലി ആകുമ്പോൾ നമുക്കൊരു ലോങ് ടൈം ആയിട്ടൊരു കാര്യം, അതിൻ്റെ ഡ്രീം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്ക് ബൈക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇതിലൊരു റൊട്ടീൻ എങ്ങനെ ആവാം, അങ്ങനെ യൂട്യൂബ് പോയാൽ മതി എന്ന് തോന്നും. ലൈക്ക് ഇപ്പം എന്താ ഐ ടി സൊസൈറ്റി പറയുന്നില്ല, ഒരു നല്ലൊരു ടെക് കമ്പനീസിലോ അല്ലെങ്കിൽ പുതിയ കമ്പനീസിലൊക്കെ 6 കൊല്ലം ഒരാൾ തന്നെ സ്ഥിരം ജോലിക്ക് കുറയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചാൽ എവരി വൺസ് നീഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പം ലൂതർ ലൈഫ് തന്നെ എന്നും ഈ കഴിഞ്ഞ 6 മാസത്തിൽ ഒരാൾ തന്നെ ചാടിക്കുന്നു, ഒരാൾ തന്നെ കടയിൽ നിൽക്കുന്നത്, അയാളെ കടയിലൊരു പുരോഗതിയോ ആയതുള്ളൂ. അപ്പം നമ്മളും അതിലോട്ട് മാറും. ലൈക്ക് വി ആൾസോ നീഡ് ലൈക്ക് ദിസ്, ഇത്ര മതി. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ കാര്യം നമ്മൾ മൈൻഡ് സെറ്റ് മറന്നു പോകും. അല്ലാതെ നമുക്കൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അല്ല, പക്ഷെ നമുക്കൊരു ആ ഒരു തോട്ട് പ്രോസസ് പലപ്പോഴും കിട്ടാതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ആ ലൂപ്പ് നിറയാൻ ശ്രമിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മോറോവർ ആ ലൂപ്പിനുള്ളിൽ തന്നെ, അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോളേജ് എന്നുള്ള സെയിം റൊട്ടീൻ്റെ അപ്പുറത്തോട്ട് എന്തോ എവിടെയോ ഉണ്ടാവും. ചിലപ്പം ചില പരിചയമാവാം, ചിലപ്പം ചില ഓർഗനൈസേഷനിൽ ചില ക്ലബ്ബുകൾ ചേർന്നതാവാം. അപ്പോൾ അതുമല്ലെങ്കിലും വേറെ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. ആ പുറത്തോട്ടിലേക്ക് അത് യൂസ് ചെയ്യാൻ കഴിയണം, പെട്ടെന്ന് നോക്കുക. കാരണം നിങ്ങളിപ്പോൾ ലൂപ്പ് ചുറ്റുന്നതും ലൂപ്പിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. ലൈക്ക് നമുക്ക് ഇത്ര മതി എന്ന് പറഞ്ഞ മൈൻഡ് സെറ്റ് ഇങ്ങനെ കൊണ്ടുവരും. അവസാനം നമ്മളതിൽ ലോക്കാവും, പിന്നെ നമ്മൾ തന്നെ ജീവിക്കാൻ പോകും. മുമ്പല്ല അംബീഷ്യതല്ലേ, അവർക്ക് ഭയങ്കര ആൻഡ്രോയിഡ് കാര്യം പറയുന്നുണ്ട്, അതേ അടുത്ത എപ്പിസോഡിൽ നമ്മൾ, അല്ലെങ്കിൽ ബൈക്ക് ബില്യണർ അങ്ങനെ എല്ലാവരും ആവണമെന്നില്ല. ഇപ്പം ഈ എല്ലാവരും പറഞ്ഞു മറ്റേ കോഴ്സ് എടുക്കൂ, അല്ലെങ്കിൽ കോളേജിൽ പോകുക, അത് പറഞ്ഞാൽ കോളേജിൽ പോയ ആൾക്കാരൊന്നുമില്ല, കംപ്ലീറ്റ്ലി ജസ്റ്റ് ആയിരിക്കും കോളേജിൽ പോയാലാവില്ല, കോളേജ് മോശം എന്നല്ല രൂപത്തിലോട്ടല്ല. ബിക്കോസ് എവറിത്തിങ് ആയ ടൈം പോയിട്ട് അത് ഈ ലൂപ്പിനുള്ളിലാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ പോയിട്ട് എൻ്റെ അറിവിലുണ്ട് ഒരുപാട് ആൾക്കാർ അതേ കാര്യം തെറ്റ് ചെയ്യുമ്പോൾ 5 വർഷം കഴിഞ്ഞു 6 വർഷം ചെയ്യും, നമ്മൾ ശരിയാണ് ലൈഫ് പോകും ഇല്ലാതെ വേണം. പക്ഷെ ലൈഫ് കംപ്ലീറ്റ്ലി റിസ്ക് എടുത്ത് ചെയ്യണമെന്നില്ല എല്ലാം. ആസ് എ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻ്റെ കൂടുതലും വേർഡ് സ്പേസിലെന്ന് വെച്ചാൽ അറൗണ്ട് 18 to 25-28 വരെയൊക്കെ പോകുന്നവരാണ്. ഐ തിങ്ക് ദേ ആർ സ്റ്റഡി അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റഡി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, പഠിച്ച് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റബിൾ അല്ലെങ്കിലും പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവത്ത, അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ലൈക്ക് എന്തെങ്കിലുമൊരു കാര്യം ഐഡിയ ആലോചിക്കാം, എന്നിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള വെബ് ഡിസൈനിങ് ചെയ്യുക. അല്ലാതെ വെബ് ഡിസൈനിങ് കോഴ്സസ്, അല്ലെങ്കിൽ ഞാൻ കൂടുതലും എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫീൽഡിലായിരിക്കും പറഞ്ഞത് വർക്കിംഗ് ഉണ്ടാ. അപ്പോൾ അതല്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിലോട്ട് വെച്ചിട്ട് ചെയ്യുക. അല്ലാതെ കോമൺ ആയിട്ട് ഇങ്ങനൊരു കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ പകരം നിങ്ങളൊരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം. അതുപോലെ ആരും പഠിക്കുന്ന കാര്യമാണ്. അതിന് പുറത്തോട്ട് നിങ്ങളൊരു ക്ലോത്തിങ് കമ്പനി ഉണ്ടാക്കണം. അതായത് നിങ്ങൾ അയൽവക്കത്തിലോ ക്ലോത്തിങ് എന്ന് വേണമെന്ന് മാറ്ററില്ല, അതാണെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ കേക്കിൻ്റെ ഒരു ഹോം മെയ്ഡ് കേക്ക് വേണമാണ്. ഇത് അടുത്തൊരു ചേച്ചിയോട് പറയാം ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്ന കുറച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കണം. മേ ബി അതുകൾക്ക് അയാളെ അങ്ങനെയും പോവുകയും ചെയ്യാം. യു ഹാവ് വർക്ക് വിത്ത് സബ്ജക്റ്റ്, അതാണ് കുറേ സബ്ജക്റ്റ് കുറച്ച് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കുറച്ചുകൂടി ആ ലൂപ്പ് ഔട്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കോസ്റ്റ്യൂമിലാണെങ്കിലും ചിലപ്പോൾ യൂണിഫോം എന്തായിരിക്കും എന്നുണ്ടെന്നത് ഞാൻ ഓരോ ദിവസം ഓരോ മാറ്റം വരുത്തും. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റുന്നത് അങ്ങനെ അതുപോലാണല്ലോ. ഓക്കെ, പിന്നെ ഒരിക്കലും നമ്മുടെ മാറ്റം കൊണ്ട് ബാക്കിയുള്ളവർക്ക് കേട്ടാകുമെന്ന് പറഞ്ഞ് നടക്കണ്ട. ലൈഫ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ ആണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എത്ര എത്തിയിട്ടുള്ളൂ ലൈഫ് പോയോ
ഇത് പറഞ്ഞ പലവരുണ്ടാവും. അവരൊന്നും മെയിൻ ചെയ്യേണ്ടത് പറഞ്ഞില്ല. അങ്ങനെ ആരും ഇഗ്നോർ ലൈഫിൽ ജീവിക്കാനല്ലോ അവർ കേൾക്കുക, അല്ലെങ്കിൽ തലമാട്ട അല്ലാതെ അതിലാറും ബോധം ഉണ്ടാവണ്ട. മേ ബി നമുക്കുള്ളിലോ തോന്നുകയില്ല ഞാൻ എത്ര മോശമായി പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അത്ര സംഭവമായിരുന്നല്ലേ നമുക്ക് തോന്നുന്നു. എന്നിട്ട് ഇപ്പം സംഭവമാണെങ്കിൽ അതിലേറെ സംഭവം ആക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ നാടറിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ഭാവി കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ് നോക്കുക. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചില ഫ്രണ്ട്സിനാണ് അറിയാം. പിന്നെ അത് ഡെവലപ്പ് തരാം. ഒരാളുടെ ലൈഫും കഴിഞ്ഞിട്ടില്ല. ഞാൻ വലിയ എൻജിനീയർ ആയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വലിയ സയൻസ് എടുത്തിട്ടില്ലല്ലോ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നും അല്ലല്ലോ, ഞാൻ കോളേജിൽ എത്തിയിട്ടുള്ളൂ. അങ്ങനെ എവറിത്തിങ് ആസ് ഒരു ടോപ്പസ്റ്റ് പൊസിഷൻ ഉണ്ട്, ബിലോസ്റ്റ് പൊസിഷൻ ഉണ്ട്. നമുക്ക് ഇപ്പം ഡോക്ടർ പഠിച്ചിട്ട് വെച്ച് എല്ലാവരുടെ ലക്ഷ്യങ്ങളും ആരും നിർബന്ധമില്ല. അതേപോലെ തന്നെ ഇപ്പം ബികോം ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറയുക, എന്നാലും ബികോമിന് ഇപ്പോൾ ഒന്നും ശമ്പളം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് ലൈഫിൽ പല ബിസിനസ് മാൻസ് അല്ലെങ്കിൽ അവരുടെ കീഴിലുണ്ട്, ശമ്പളം പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അപ്പത്താൻ നോക്കുക. പിന്നെ എല്ലാവരും പോണതാണ് അപ്പം ഞാൻ പോണതാണ് എന്ന് വിചാരിക്കാതെ ലൂപ്പ് എപ്പോഴും ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പം അപ്പോഴത്തെ ബെറ്റർ ആവും. അല്ലെങ്കിൽ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്, ന്യൂ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. മേ ബി അതിൽ അങ്ങനെയൊക്കെ ഡിഫറെൻ്റായി ചെയ്യുമ്പോൾ പലരും ജോയിൻ ചെയ്തേക്കാം, പലരും വിട്ടു പോയേക്കാം. പക്ഷേ എവരി ബൈ സംതിങ് ഉണ്ടാവും. അത് ഒരാൾ പോയാൽ ലൈഫിൽ 1000 പേര് വരാനുണ്ട്. പക്ഷെ അയാൾ തുല്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾ മാത്രമല്ല ലൈഫ്. കാരണം അയാൾ ലൈഫിൻ്റെ ഒരു പാർട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു ബുക്കിൻ്റെ ഏതോ ഒരു ഇപ്പം നടുക്കത്തൊരു ചാപ്റ്റർ അയക്കാം, ചിലപ്പോൾ അവസാനത്തെ ചാപ്റ്റർ അയക്കാം, ആദ്യത്തെ ചാപ്റ്റർ അയക്കാം. പക്ഷെ ആ ബുക്ക് ഇനിയും ഒരുപാട് പേര് പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഫേവറേറ്റ് ക്യാരക്ടർ ആ പടത്തിൽ നിന്ന് മരിച്ചു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ മാർവലിൻ്റെ കാര്യം കളിച്ചാൽ മാർവലിൽ അയാളുടെ മരിച്ചു വിചാരിച്ചിട്ട് ഇത് റിയൽ മാർവൽ ഫാൻസ് നിർത്താറില്ല. അതുകൊണ്ട് മൈ ഫേവറേറ്റ് ആണ്. പക്ഷെ എക്സെപ്റ്റ് അത് ഭയങ്കര സംഭവമല്ലേ പറഞ്ഞു. അപ്പം എല്ലാ കഥയും അത് തുടരും. അപ്പം തുടരുന്ന കഥക്കായി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കഥകളൊക്കെ. ഏതായാലും ഇതിൻ്റെ ലാസ്റ്റ് വേണ്ട, ഞാൻ അതിൽ ഒരു Q&A പോലെ ഇടാം. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും ഒരു സറ്റേണോ ഇങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയാൽ നിങ്ങൾ എങ്ങനെ ഇറങ്ങാൻ ശ്രമിക്കും കാര്യങ്ങളൊന്നും പറയണ്ടേ. അൺടിൽ നൗ അല്ലെങ്കിൽ അതുവരേക്കും ബൈ.